വടകര ലഹരിക്കടത്ത് കേസിൽ അധ്യാപികമാരായ കാവ്യയും നിഷ്മയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കാവ്യ പ്രതികരിച്ചു. കീർത്തന പറയുന്നത് നിങ്ങളുടെ പറഞ്ഞ ആൾക്കാണ് പണം നൽകിയതെന്നാണ് റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും അധ്യാപികമാരായ കാവ്യയും നിഷ്മയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കാവ്യ പ്രതികരിക്കുന്നത്. എങ്ങനെയാണ് അന്വേഷണം? വടകരയിലെ ലഹരിക്കടത്ത് കേസിൽ അധ്യാപികമാരായ 3 പേർ പ്രതികളായത് ഒരുപക്ഷെ കേരളത്തെ തന്നെ കേരള മനസാക്ഷിയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഇതിൽ ആദ്യം പിടിയിലായ KC കീർത്തന എന്ന പേരാമ്പ്ര BRCയിലെ നേരത്തെ അധ്യാപികയായിരുന്ന KC കീർത്തനെ പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും വിശദമായി ചോദ്യം ചെയ്യലടക്കം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ ഈ KC കീർത്തന നടത്തിയ ഇടപാടുകളുടെ ഒക്കെ വിശദാംശങ്ങൾ പോലീസിന് അന്നത്തെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോഴിതാ കൂട്ടുപ്രതികളായിട്ടുള്ള കേസിലെ 3ഉം 4ഉം പ്രതികളായിട്ടുള്ള കൂരാച്ചുണ്ട് സ്വദേശിനിയും അധ്യാപികയുമായ കാവ്യ, പേരാമ്പ്ര ആവള കുട്ടോത്ത് സ്വദേശിനിയായിട്ടുള്ള അധ്യാപികയായിട്ടുള്ള നീഷ്മ എന്നിവരെ ഇന്ന് വടകര NDPS കോടതിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ട് നൽകിയത്. ഇവരെ പ്രൊഡക്ഷൻ വാറന്റ് പ്രകാരം രാവിലെ വടകര NDPS ജഡ്ജ് അന്യ സൈൽ മുൻപാകെ ഹാജരാക്കി. തുടർന്ന് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസിന്റെ ആവശ്യാർത്ഥം 3 ദിവസത്തേക്ക് ഇവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് EV ലിജീഷ് മുഖേനയാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. ഇത് പരിഗണിച്ചാണ് ഈ 2 പ്രതികളായിട്ടുള്ള 2 അധ്യാപികമാരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവായ ഒരു കാര്യം, നേരത്തെ മുഖ്യപ്രതിയായിട്ടുള്ള അധ്യാപിക KC കീർത്തനയെ 2 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡിയിൽ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് 2 അധ്യാപികമാരായിട്ടുള്ള കാവ്യയെയും നീഷ്മയെയും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ വിദ്യാർത്ഥികൾക്കോ മറ്റോ ലഹരി എത്തിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും അത് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് SITക്ക് മുൻപിലുള്ള പ്രധാന ദൗത്യം. അത് ഈ വരുന്ന 3 ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ശരി, റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.